വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. സോ നമ്മുടെ EVS വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഫുഡ് ആൻഡ് ഹെൽത്ത് ആണ്, ആഹാരവും ആരോഗ്യവും. അപ്പൊ രണ്ടും എന്താണ്, യെസ്, കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇപ്പൊ നമ്മൾ എല്ലാവരും ആഹാരം കഴിക്കാറുണ്ട്, ഫുഡ് കഴിക്കാറുണ്ട്. നമുക്ക് എല്ലാവർക്കും ഹെൽത്തി ആയിട്ടിരിക്കാനാണ് ആഗ്രഹം, എപ്പോഴും ആരോഗ്യമുള്ള ആളുകളായിട്ട് ഇരിക്കാനാണ് ആഗ്രഹം. അങ്ങനെയാണല്ലോ. അപ്പൊ നല്ല ആരോഗ്യമുള്ള ആളുകളായിട്ട് ഇരിക്കാനായിട്ട്, ഹെൽത്തി ആയിട്ടുള്ള ആളുകളായിട്ട് ഇരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഫുഡിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ എൻ്റെ മക്കൾ പഠിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് ചോദിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ആഹാരം കഴിക്കുന്നത് എന്നാണ്. നമ്മൾ എല്ലാവരും ഫുഡ് കഴിക്കാറുണ്ട് അല്ലെ. ഇപ്പോഴും നിങ്ങൾ ചിലപ്പോൾ എന്താണ്, സ്കൂൾ വിട്ട് വന്നിട്ട് ചായ കഴിച്ചിട്ടുണ്ടാവും, ചായയോടൊപ്പം എന്തെങ്കിലുമൊക്കെ പലഹാരം കഴിച്ച ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പറയും, നമുക്ക് വേണ്ട എനർജി അല്ലെ, ഊർജം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആഹാരം കഴിക്കാറുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് കളിക്കാനും പഠിക്കാനും ഒക്കെ പറ്റുള്ളൂ അല്ലെ. നമ്മൾ വളരണം, അപ്പൊ നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആഹാരം കഴിക്കാറുണ്ട്. നമുക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കേൾക്കാറില്ലേ, ഇമ്മ്യൂണിറ്റി വേണം അല്ലെ, പ്രതിരോധ ശേഷി വേണം എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ ഡോക്ടേഴ്സിനൊക്കെ കാണിക്കും ചില സമയത്ത്. അപ്പൊ ഡോക്ടറൊക്കെ പറയും നന്നായിട്ട് ആഹാരം കഴിക്കണം. അപ്പൊ പ്രതിരോധ ശേഷി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആഹാരം കഴിക്കാറുണ്ട്. അപ്പൊ എന്റെ മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല തരത്തിലുള്ള ആഹാരത്തിന്റെ പേര് പറയാനുണ്ടായിരിക്കും അല്ലെ. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് മാത്രം കഴിച്ചതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ ആരോഗ്യമുള്ള ആളായിട്ട് ഇരിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. നമ്മുടെ ഫുഡില്, നമ്മുടെ ആഹാരത്തില് നമ്മൾ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തേണ്ട ചില ആളുകളുണ്ട് അല്ലെ. ഇപ്പൊ പറയുവാണെങ്കിൽ പലതരത്തിലുള്ള ധാന്യങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ട്. ഈ ധാന്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെ. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമുക്ക് ആവശ്യമുള്ള ആളുകളാണ്. ഇനി ഫിഷ് ആയിക്കോട്ടെ, നമ്മൾ പറയുന്ന പോലെ എന്താണ്, നോൺ വെജ് ഐറ്റംസ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്, നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ആൾക്കാരാണ്. ഇനി വെജ് ആയിട്ടുള്ള ആളുകൾ അപ്പൊ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പകരം ഇവരുടെ അതേ രീതിയിലുള്ള പോഷകം കിട്ടുന്ന, അതാണ് ഒരു പോയിന്റ് അല്ലെ, പോഷകം കിട്ടുന്ന വസ്തുക്കൾ നമ്മൾ കഴിക്കണം. ഇപ്പൊ പനീർ ആയിട്ടാണെങ്കിലും സോയ ആയിട്ടാണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ വെജ് കഴിക്കുന്ന ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, ഇതിനെ റീപ്ലേസ് ചെയ്യാറുണ്ട് അല്ലെ. ഇനി ഓയില്, എണ്ണയുടെ കാര്യം പറയുകയാണെങ്കിലോ ഓവറായിട്ടൊന്നും നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലെങ്കിൽ പോലും വളരെ കുറഞ്ഞ അളവിൽ എന്താണ് നമുക്ക് ഇതൊക്കെ ആവശ്യമുണ്ട് അല്ലെ. അത് നമ്മൾ എന്തായാലും നമ്മുടെ ഡെയിലി ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യാറുമുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തുള്ള ഭക്ഷണങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. സമീകൃത ആഹാരം കഴിക്കണം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അങ്ങനെ നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണ് ന്യൂട്രിയൻസ് അഥവാ പോഷക ഘടകങ്ങൾ എന്നുള്ളത് ചെറുതായിട്ടെങ്കിലും എൻ്റെ മക്കളൊന്ന് മനസ്സിലാക്കി വെക്കുക. ന്യൂട്രിയൻസ് ആൻഡ് സബ്സ്റ്റൻസസ് ദാറ്റ് ആർ നീഡഡ് ബൈ അവർ ബോഡി ഫോർ പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് ഹെൽത്തി ബോഡി ഫങ്ഷൻ അല്ലെ. ശരിയായിട്ടുള്ള നമ്മുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ട് നല്ല രീതിയിൽ നടക്കണ്ടേ, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ആളുകളുണ്ടല്ലോ, അവരെയാണ് നമ്മൾ ന്യൂട്രിയൻസ് അഥവാ പോഷക ഘടകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരാളുടെ ഭക്ഷണത്തിൽ എല്ലാ കാര്യങ്ങളും, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ഉൾപ്പെടുത്തണം. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇലക്കറികളൊക്കെ ധാരാളം കഴിക്കണം എന്ന് പറയുന്നത്. ഉപ്പേരി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഈ പറയുന്ന ഉണ്ണിത്തട്ട അല്ലെ, വാഴയുടെ ആൾക്കാരൊക്കെ നമ്മൾ ഉപയോഗിക്കാറില്ലേ. അതൊക്കെ എന്തിനാണ്, അതിനൊക്കെ നമ്മൾ ഫൈബർ കണ്ടന്റ് എന്നൊക്കെ പറയും കേട്ടോ. അതായത് നമ്മുടെ ശരീരത്തിൽ എന്താണ്, എല്ലാം ആവശ്യമാണ്. ഒന്നും കൂടുതൽ, ഇപ്പൊ ഒരു എക്സാമ്പിൾ മിസ് പറയുവാണെങ്കിൽ നമ്മൾ കുറേ പച്ചക്കറി കഴിക്കാറുണ്ട്, അത് മാത്രം കഴിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അങ്ങനെ കുറേ പച്ചക്കറി കഴിക്കുക എന്നുള്ളതല്ല, ആവശ്യത്തിന് പച്ചക്കറി കഴിക്കണം, കൂട്ടത്തിൽ എന്ത് ചെയ്യണം, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആവശ്യത്തിന് ധാന്യം വേണം, നമുക്ക് ആവശ്യത്തിന് പ്രോട്ടീൻ നമുക്ക് വേണം. മാംസ്യം എന്ന് പറയും, പ്രോട്ടീൻ വേണം. പ്രോട്ടീൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങളൊക്കെ വളരുന്ന പ്രായമാണല്ലേ, നമുക്ക് വളരാൻ പറ്റില്ല. അതുകൊണ്ടാണ് മുട്ടയൊക്കെ കഴിക്കണം എന്ന് പറയാറില്ലേ കുഞ്ഞു മക്കളോട്. അതെന്താ സംഭവം, നമുക്ക് വേണ്ട പ്രോട്ടീനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ ഈ പറയുന്ന പോഷകാഹാരം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ചേർന്നിട്ട് കഴിക്കുമ്പോൾ മാത്രമാണ് പൂർണ്ണതയിലെത്തുന്നത്. അപ്പൊ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ആരോഗ്യമുള്ള ആളായിട്ട് മാറാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഇതിൽ ഏതൊക്കെ തരത്തിലുള്ള ആഹാരങ്ങൾ, ഏതൊക്കെ തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ആണ് ഇതിലൊക്കെ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത് നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ ആയിട്ട് കുഞ്ഞു വീഡിയോസുമായിട്ട് മിസ് വീണ്ടും വരാം. അപ്പൊ എൻ്റെ മക്കൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇന്ന് കഴിച്ച ഭക്ഷണത്തില്
ഏതൊക്കെ പോഷകങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങൾ കഴിച്ചിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്, ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്, അതിൽ എന്തൊക്കെ ആൾക്കാർ, ധാന്യങ്ങളുണ്ടോ, പച്ചക്കറി ഉണ്ടോ, ഫ്രൂട്ട്സ് ഉണ്ടോ, നേരത്തെ പറഞ്ഞ പ്രോട്ടീൻ ഉണ്ടോ, ഫൈബർ ഉണ്ടോ, അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കണം അല്ലെ, ജലം ഇമ്പോർട്ടന്റ് ആണ്, ഇതൊക്കെ നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് എന്ത് ചെയ്യുക, ഒരു ബുക്കിൽ നമ്മുടെ EVSന്റെ ബാക്കിൽ എഴുതി നോക്കുക. എന്നിട്ട് മിസ് വരും നിങ്ങളെ കാണാനായിട്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞു തരണം എന്തൊക്കെയാണ് നിങ്ങൾ കഴിക്കുന്ന ഫുഡിലുള്ള പോഷക ഘടകങ്ങൾ എന്നുള്ളത്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.